യെസ്, അപ്പോൾ ഇനി വീണ്ടും കണ്ണൂരിലേക്ക് പോകുമ്പോൾ ഈ തെരുവ് നായ ആക്രമണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തുടനീളം രാവിലെ എപ്പോഴും ഈ ഒരു വലിയ ശല്യം സംസ്ഥാനത്തുടനീളം തെരുവുനായ ശല്യം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കണ്ണൂർ കല്യാശ്ശേരിയിൽ കുട്ടിക്ക് നേരെയാണ് തെരുവ് നായയുടെ ആക്രമണം ഉണ്ടായത്. ഐക്കാംഭാഗം സ്വദേശി അബ്ദുള്ളയുടെ മകൻ ഫൈസിക്ക് നേരെയാണ് നായ്ക്കൾ പാഞ്ഞെടുത്തത്. തലനാരിഴയ്ക്കാണ് കുട്ടി രക്ഷപ്പെട്ടത്. ബിജീഷ് ഗോവിന്ദൻ കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകും. ബിജീഷ്, പേടിപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ്. കുട്ടി തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു എന്നുള്ളത് തന്നെ ആശ്വാസകരമാണ്. എന്താണ് സംഭവിച്ചത്? എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? ജിൽസി, ഇത് ഇന്നലെ വൈകിട്ട് 6:30 കൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. കല്യാശ്ശേരി കോലത്തുവയലിനടുത്ത് ഐക്കാംഭാഗം എന്ന് പറയുന്ന സ്ഥലത്ത് കുട്ടി വൈകിട്ട് പള്ളിയിൽ പോകാൻ, നിസ്കാരത്തിന് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലായിരുന്നു. തുടർന്ന് അടുത്തുള്ള വീട്ടിലെ കുട്ടിയെ കൂടി വിളിക്കുന്നതിന് വേണ്ടിയിട്ട്, പള്ളിയിലേക്ക് പോകാൻ വിളിക്കുന്നതിന് വേണ്ടി കുട്ടി പുറത്തിറങ്ങി. തുടർന്ന് വീടിൻ്റെ പിറകുവശത്തൂടെ അടുത്ത വീട്ടിലേക്ക് പോകുന്നതിനിടയിലാണ് ഒരു 10ഓളം വരുന്ന നായ്ക്കൾ ഈ കുട്ടിയുടെ പിന്നാലെ വരുന്നത്. ഈ വലിയ ശബ്ദത്തിൽ കുരച്ചുകൊണ്ട് കുട്ടിക്ക് പിന്നാലെ വന്നപ്പോൾ കുട്ടിയും ആകപ്പേടെ പേടിച്ചു പോയി. കുട്ടി അലറിക്കരഞ്ഞ് മുന്നോട്ട് പായുന്ന ആ ദൃശ്യങ്ങളാണ് കാണാനുള്ളത്. കുട്ടി കരയുന്നത് കേട്ടിട്ടാണ് കുട്ടിയുടെ പിതാവ് ഈ നായ്ക്കളുടെ പിന്നാലെ ഓടുന്നു. അങ്ങനെ ഈ രണ്ടുപേരും ഓടുന്നതിനിടയിൽ നായ്ക്കൾ കുട്ടിയുടെ പിന്നാലെ ഓടുകയും പിന്നീട് കുട്ടി അവിടെ ഒരു വീഴുകയും ചെയ്തു. പക്ഷേ കുട്ടിയെ കടിച്ചിട്ടില്ല എന്നുള്ളത് മാത്രമാണ് ആശ്വാസം. തുടർന്ന് കുട്ടിയെ അടുത്തുള്ള പാപ്പിനിശ്ശേരി CHCയിൽ എത്തിച്ചു. അവിടെ വെച്ച് പ്രാഥമികമായിട്ടുള്ള പരിശോധന നടത്തി. ഈ പരിശോധനയിലും കുട്ടിയെ നായ കടിച്ചതിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടായിട്ടില്ല. അതിനെ തുടർന്ന് കുട്ടിക്ക് കുത്തിവയ്പ്പ് എടുത്തിട്ടില്ല. അത് കഴിഞ്ഞ് മറ്റു പ്രശ്നങ്ങളില്ലാത്തത് കാരണം കുട്ടിയെ വീട്ടിലേക്ക് വിട്ടയക്കുകയും ചെയ്തു. ഏതായാലും പ്രദേശത്ത് നേരത്തെ തന്നെ തെരുവുനായകളുടെ ശല്യം വളരെ രൂക്ഷമാണെന്നുള്ള ആക്ഷേപം നാട്ടുകാരുടെ ഭാഗത്തുണ്ട്. ഇത് പരിഹരിക്കുന്നതിനുള്ള നടപടി വേണമെന്നുള്ളതാണ് ഈ സംഭവത്തോടു കൂടി നാട്ടുകാർ കാര്യമായി ഉന്നയിക്കുന്നത്. ജിൽസി. ശരി, ബിജീഷ് ഗോവിന്ദനാണ് വിവരങ്ങൾ നൽകുന്നത്.